നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബേസിക് ഡൈനാമിക് ഡിസ്കിൽ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസിന് നമ്മൾ ബേസിക് ഡൈനാമിക് ഡിസ്ക് പാർട്ട് 2-ൽ കണ്ടിന്യൂ ചെയ്യാൻ പോകണം. ഇതിൽ കൺവെർട്ട് എന്നൊരു കമാൻഡ് ഉണ്ട്. ഏത് ഡ്രൈവിനാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. നമ്മൾ ഡി ഡ്രൈവിനാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ d:/ എന്ത് ഫയൽ സിസ്റ്റമായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ സിസ്റ്റം : NTFS നിങ്ങൾ എൻ്റർ ചെയ്താൽ വോള്യത്തിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. വോള്യത്തിൻ്റെ നെയിം വന്നിട്ട് ന്യൂ വോള്യം എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ന്യൂ വോള്യം എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ഡിസ്മൗണ്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഡി ഡ്രൈവിനെ ഡിസ്മൗണ്ട് ചെയ്തിട്ട് വേണം ഫാറ്റിനെ NTFS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഡിസ്മൗണ്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അലൊക്കേഷൻ യൂണിറ്റ് 4 MB ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൺവേർട്ടായി കഴിഞ്ഞു. കമാൻഡ് പ്രോംപ്റ്റിൽ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാൻ ഡിസ്ക് പാർട്ട് എന്നൊരു കമാൻഡ് ഉണ്ട്. ഈ കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്യണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഡിസ്ക് പാർട്ട് കമാൻഡ് പ്രോംപ്റ്റ് വന്നു കഴിഞ്ഞു. ആദ്യമേ കമാൻഡ് പ്രോംപ്റ്റ് C: എന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡിസ്ക് പാർട്ട് എന്ന് വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റർ ചെയ്താൽ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും. ലിസ്റ്റ് ഡിസ്ക് എന്നുള്ള കമാൻഡാണ് എൻ്റർ ചെയ്യുന്നത്. ലിസ്റ്റ് ഡിസ്ക് പറഞ്ഞാൽ എന്തൊക്കെ ഡിസ്ക്കാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടേത് 4 ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഹാർഡ് ഡിസ്ക് ഡൈനാമിക് ആയിട്ടുണ്ട്. നമ്മൾ ഡിസ്ക് 2-നെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ ഡിസ്ക് 2-ൽ ആദ്യമേ പാർട്ടീഷനൊക്കെ ഉണ്ട്. നമ്മൾ ഡിസ്ക് 2-നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ഡിസ്ക് 2 എന്നുള്ളത് ഗ്യാപ്പ് വിട്ടിട്ട് എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഡിസ്ക് 2 ഈസ് നൗ ദ സെലക്റ്റഡ് ഡിസ്ക് എന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്ക് 2-ലേക്ക് ചെന്ന് കഴിയും. ഡിസ്ക് 2-ൽ ഈ പാർട്ടീഷനിലെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ നിങ്ങൾ എൻ്റർ ചെയ്താൽ ആ പാർട്ടീഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. നമ്മളുടെ ഡി ഡ്രൈവാണത്. ഇതിൽ CIPHER/W എന്ന് പറഞ്ഞാൽ വൈപ്പ് എന്നർത്ഥം, അതായത് ക്ലീൻ ചെയ്യുക എന്നർത്ഥം. ഡീകോളിനെ ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ എൻ്റർ ചെയ്യണം. ഇങ്ങനെ എൻ്റർ ചെയ്താൽ ഓരോ സെക്ടറിലും 0-നെ ഫിൽ ചെയ്ത് കളയും. അപ്പോൾ അൺഡിലിറ്റ് ആരെങ്കിലും ചെയ്താലും ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള ഫയൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അൺഡിലിറ്റ് ചെയ്താലും അകത്ത് യാതൊരു ഡേറ്റാവും ഉണ്ടാവില്ല. പക്ഷേ ഇത് റൈറ്റ് ചെയ്ത് കഴിയാൻ കുറേ സമയം പിടിക്കും. നമ്മൾ ഏത് പാർട്ടീഷനാണ് ചെക്ക് ചെയ്യാൻ പോണത് എന്നുള്ളത് പറയണം. ഇവിടെ F: എന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് F ഈസ് നോട്ട് ഡർട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് F-ൽ NTFS യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്.